സംസ്ഥാന ബഡ്ജറ്റിൽ മൂവാറ്റുപുഴയ്ക്ക് 14.70 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചതായി മാത്യു കുഴൽനാടൻ എം.എൽ.എ. അറിയിച്ചു. ബജറ്റിലേക്ക് എം.എൽ.എ. സമർപ്പിച്ച 30 പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചു. ഇതിൽ 6 പദ്ധതികൾക്കായാണ് 14.70 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ധനവകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ മൂവാറ്റുപുഴയ്ക്ക് മികച്ച നേട്ടം. അനുമതിക്കായി ബജറ്റിലേക്ക് മാത്യു കുഴൽനാടൻ എം.എൽ.എ. സമർപ്പിച്ച 30 പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചു. ഇതിൽ 6 പദ്ധതികൾക്കായി 14.70 കോടി രൂപ അനുവദിച്ചതായി മാത്യു കുഴൽനാടൻ എം.എൽ.എ. അറിയിച്ചു. ഈ തവണ സമർപ്പിച്ച എല്ലാ പദ്ധതികളും 30 പദ്ധതികളും ബഡ്ജറ്റിൽ ഇടം പിടിച്ചു എന്ന് മാത്രമല്ല, ടോക്കൺ പ്രൊവിഷൻ അനുവദിച്ച പ്രധാന പദ്ധതികൾ ഏതാണ്ട് 15 കോടിയോളം രൂപയുടെ വർക്ക് മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി മാത്രം സ്പെസിഫിക്കലി അലോട്ട് ചെയ്യും. അതിനേക്കാൾ ഉപരി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം, കഴിഞ്ഞ നാളുകളിൽ ഇന്ന് മൂവാറ്റുപുഴയിലുള്ളതിൽ ഏറ്റവും ഗുരുതരമായ ഒരു പ്രയാസവും ഒരു പ്രശ്നവുമായി ഞാൻ കാണുന്നത്, ഒരുപക്ഷെ നമ്മുടെ പ്രദേശത്തിൻ്റെ ജീവനാടി പോലെ നിൽക്കുന്ന MVP, PVIP കനാലുകളുടെ ദയനീയ സ്ഥിതിയാണ്. ആ കനാലുകളുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു പദ്ധതി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. PVIP കനാലിൻ്റെ നവീകരണത്തിനുള്ള ഫണ്ടും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. MVP കനാലിനും സമാനമായ പുനരുദ്ധാരണം ഉണ്ടാകുക ഏറ്റവും അടിയന്തരമായി മൂവാറ്റുപുഴ നാടിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ നിലയിൽ ഇപ്പോൾ നമ്മൾ ഏറെ കാലമായി ആഗ്രഹിക്കുന്ന അമ്പലമ്പടി വിട്ടൂർ റോഡ്, അതുപോലെ വാളിയപ്പാടം മാറാടി റോഡ് അടക്കം, അതുപോലെ സ്പോർട്സ് ഹോസ്റ്റലിൻ്റെ പുതിയൊരു സ്പോർട്സ് ഹോസ്റ്റലിന് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ സിറ്റിയുടെ നവീകരണം, അതുകൂടാതെ മറ്റ് ഏതാനും റോഡുകളടക്കമുള്ള റോഡുകളുടെ അംഗീകാരം നമുക്ക് ലഭിച്ചു. അതുകൂടാതെ 30ഓളം പദ്ധതികൾ, ബൃഹത്തായ പദ്ധതികൾ ബഡ്ജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ അതൊക്കെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോഡ് പദ്ധതികൾക്കാണ് ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തിയത്. മണ്ഡലത്തിലെ റോഡുകൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കി മാത്യു കുഴൽനാടൻ എം.എൽ.എ. ബജറ്റിന് മുന്നോടിയായി സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അമ്പലമ്പടി വീട്ടൂർ റോഡ് BMBC നിലവാരത്തിൽ ഉയർത്തുന്നതിന് 3.50 കോടി രൂപ അനുവദിച്ചു. വാഴക്കുളം പൈനാപ്പിൾ സിറ്റി മാർക്കറ്റ് വികസനത്തിന് 1 കോടി രൂപയും മൂവാറ്റുപുഴയ്ക്കായി ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ കായികരംഗത്തെ സമഗ്രമായ വളർച്ചയ്ക്ക് സ്പോർട്സ് ഹോസ്റ്റൽ നിർമ്മിക്കും. ഇതിനായി 50 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചു. വഴക്കാലക്കണ്ടം മരുതൂർ റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി 70 ലക്ഷം രൂപയുടെ പദ്ധതിക്കും ബജറ്റ് അംഗീകാരം നൽകി. വാളിയപ്പാടം മാറാടി റോഡും ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിക്കും. ഇതിനായി 5 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. മൂവാറ്റുപുഴ മാറാടി റോഡ് പുനരുദ്ധാരണത്തിന് 4 കോടി രൂപയുടെ പദ്ധതിക്കും അനുമതി ലഭ്യമായി. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് 5 കോടി രൂപ മാത്രമാണ് ഓരോ വർഷവും ബജറ്റിൽ അനുവദിച്ചിരുന്നത്. എന്നാൽ UDF സർക്കാർ വന്നതോടെ മൂവാറ്റുപുഴ മണ്ഡലത്തിനോടുള്ള സമീപനം മാറിയെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. പറഞ്ഞു. ബജറ്റിൽ ഇടം പിടിച്ച മറ്റ് പദ്ധതികൾ കൂടി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്നും എം.എൽ.എ. അറിയിച്ചു. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.